ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വാട്ടർ ടാങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ വോൾ എന്ന് പറയുന്നത്. അതായത് ഇതായിരിക്കും അതിൻ്റെ വോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഇസഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ഈ ടാങ്കിൻ്റെ പുറകിലേക്ക് അതിനെന്തായിരിക്കും നല്ല ലെങ്ത് അഥവാ വിഡ്ത്ത് കാണും. അതിനെയാണ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം നിറച്ച് കഴിയുമ്പം എസ് എന്ന് പറയുന്നതിൻ്റെ സർഫസ് ടെൻഷനും റോ എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും ഡെൻസിറ്റി ആയിരിക്കും. ഈ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ തീറ്റ ആംഗിൾ. അതായത് നമ്മുടെ വാളുമായിട്ട് നമ്മുടെ ഈ വെള്ളം കോണ്ടാക്റ്റിൽ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ അളവിൽ ഒരു സ്മോൾ എമൗണ്ടിൽ ഈ വെള്ളം എന്ത് ചെയ്യുന്നു, ഈ ഒരു വാളിനെ എന്താക്കുന്നു, വാളുമായിട്ട് ചെറുതായിട്ടൊന്ന് ക്ലൈംബ് ആവുന്നു, ഇത്തിരി പൊന്തി വരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ കുറവാണ്. അതായത് അത്രത്തോളം ചെറിയൊരു വാല്യൂ ആണ് ഇവിടെ റൈസ് ആവുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, ദെൻ ഇവിടെ y(x) എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഈ y(x) എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫേസിൻ്റെ ഹൈറ്റ് ആണ് y(x) എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ y(x)ൻ്റെ സ്ലോപ്പ്, y(x)ൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു തീറ്റയുടെ സ്ലോപ്പുമായിട്ട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ലൈനിൽ പറയുന്നതാണ്. അതായത് ഈ തീറ്റയായിട്ട് എന്ത് ഈക്വൽ ആയിരിക്കും, ഈ y(x)ൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ജി എന്ന് പറയുന്നത് എന്തായിട്ട് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ്, ഒരു ചെറിയ ലെങ്ത് dh എന്ന് പറയുന്ന ചെറിയൊരു ലെങ്ത് എടുത്തു. ദെൻ നമുക്കിതിന് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇൻക്രീസ് ആയതിൽ നിന്നും നമ്മൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരളവിൽ കുറഞ്ഞ് കിടപ്പുണ്ടല്ലോ, ഇവരെ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമുക്കിതിൻ്റെ വേർട്ടിക്കൽ ഫോഴ്സിനെ നമുക്ക് കിട്ടത്തുള്ളൂ, നെറ്റ് വേർട്ടിക്കൽ ഫോഴ്സിനെ കിട്ടത്തുള്ളൂ. ഓക്കെ, അതായത് സൈൻ തീറ്റ എക്സ് പ്ലസ് ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവുന്ന എമൗണ്ട്, സൈൻ തീറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിക്രീസ് ആവുന്ന എമൗണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ എമൗണ്ട്, ഡൗൺവേർഡിലേക്ക് പോകുന്ന എമൗണ്ട് ആയിരിക്കും. ഈ റോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മുന്നേ പറഞ്ഞ ഡെൻസിറ്റി, ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈ ഉണ്ടല്ലോ, അതായത് എന്താണ്, ഹൈറ്റ്, സർഫേസിൻ്റെ ഹൈറ്റ് അതിനെയാണ് നമ്മൾ വൈ എന്ന് എടുക്കുന്നത്. ദെൻ ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞു ലെങ്ത് ആണല്ലേ. ഓക്കെ, അത്രയും എടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് പറയുകയാണ് ഇക്വിലിബ്രിയത്തിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് 0 ആണെന്ന് നമ്മൾ പറയുകയാണ്. അതായത് ഇപ്പോൾ തീറ്റയുടെ വാല്യൂ നമ്മൾ മുന്നേ എന്താണ് പറഞ്ഞത്, 1-നേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സൈനിൻ്റെ ഒക്കെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുക്കുന്നു, dy/dx കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ s(dy/dx) ഈ സൈൻ്റെ ഭാഗത്ത് എന്ത് കൊടുത്തു, dy/dx കൊടുത്തു. ഈ സൈൻ്റെ ഭാഗത്ത് നമ്മൾ dy/dx കൊടുത്തു. ഓക്കെ, -pgy/dx = 0 എന്ന് കൊടുത്തു. ഓക്കെ, ഈ എസ് എന്ന് പറയുന്ന ആരാ, ഈ എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു x + dx ഈ ഒരു എക്സിനെയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എന്താക്കാം,